35 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി മുൻ മലയാളി പൈലറ്റ് അറസ്റ്റിൽ. ഗുരുഗ്രാം പോലീസാണ് കോഴിക്കോട് സ്വദേശി അർഷാദ് അലിയെ അറസ്റ്റ് ചെയ്തത്. എക്സ്റ്റസി എന്നറിയപ്പെടുന്ന 814 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ശരത് എസ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശരത്ത്, ഇതിപ്പോൾ എക്സ്റ്റസി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മയക്കുമരുന്ന് എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇയാളെ എങ്ങനെയാണ് പോലീസ് വലയാക്കിയത്? ആര്യ, MDMA കേസിൽ ഇപ്പോൾ വിവിധ മേഖലയിലുള്ള ആളുകളാണ് പിടിയിലാകുന്നത്. ഒടുവിൽ പിടിയിലായ മലയാളി കോഴിക്കോട് സ്വദേശിയാണ്, മുൻ പൈലറ്റാണ്. അയാൾ കോഴിക്കോട് വെസ്റ്റിയിൽ സ്വദേശിയായ അർഷാദ് അലി. ഗുരുഗ്രാമിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാളിൽ നിന്ന് 814 ഗ്രാം MDMA ആണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഗുരുഗ്രാമിലെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ MDMA അടക്കം ഇയാളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. രാജ്യാന്തര വിപണിയിൽ 35 ലക്ഷം രൂപ വില വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ 5 ലക്ഷം രൂപ നൽകി നോയിഡയിൽ നിന്നാണ് ഈ MDMA വാങ്ങിയിട്ടുള്ളത്. വിൽപ്പന നടത്തിയ ശേഷം ബാക്കി തുക നൽകാമെന്ന് അറിയിച്ചു എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ വിൽപ്പനയ്ക്കായി തന്നെയാണ് ഇയാൾ ഇത്രത്തോളം MDMA എത്തിച്ചതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്കടക്കം ഇയാൾ MDMA എത്തിച്ചോ എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മുൻപ് ഒരു സ്വകാര്യ എയർലൈൻ പൈലറ്റായി പ്രവർത്തിച്ചിരുന്ന ഈ അലി ഇപ്പോൾ എന്തായാലും അർഷാദ് അലി എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു കമ്പനിയിലും പ്രവർത്തിക്കുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ MDMAയും കഞ്ചാവും ലഹരിയും ഒക്കെയായി പിടിയിലാകുന്നത് അധ്യാപകരും മുൻ പൈലറ്റും അടക്കം അത്തരത്തിൽ നമ്മൾ സമൂഹത്തിൽ വൈറ്റ് കോളർ ജോബ് എന്ന് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കിക്കാണുന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഓരോ ദിവസത്തെ വാർത്ത കാണുമ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നത്.